ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം എലിസബത്തിൻ്റെ ഒരു വീഡിയോ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വന്നു. 27 മിനിറ്റ്സ് ഒക്കെ വന്നു. ഞാൻ വളരെ ഫാസ്റ്റായിട്ടുള്ള സ്പീഡിലിട്ടിട്ട് ഞാനത് കേട്ടു. ആക്ച്വലി വളരെ ഗുരുതരമായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളാണ് പറയുന്നത്. അവരെന്താ ലീഗലായിട്ട് പോയതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പം നിലവിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. ഇന്നും ഞാനിട്ട വീഡിയോയ്ക്കകത്തൊരെണ്ണം നമ്മുടെ ഏറ്റുമാനൂരിൽ 2 കുട്ടികളോടൊപ്പം ആത്മഹത്യ ചെയ്ത ഒരു ജിസ്മോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, മറ്റൊരു ഷൈനി, അത് ഏറ്റുമാനൂരുള്ള, ഇവർ രണ്ടുപേരും മരണപ്പെട്ടതിനെക്കുറിച്ചും ഒക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും മൊത്തത്തിൽ ചർച്ചകളും വിഷമങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ മറ്റൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ എലിസബത്തിനെ ഇന്നും കല്ലെറിയുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ അവരോട് പറയുന്നതാണ്, ചോദിക്കുന്നതാണ്, എന്ത് തെറ്റാണ് നിങ്ങൾ അവരിൽ കാണുന്നത്? പലരും ചോദിക്കും ചോദ്യം, ലീഗലായിട്ട് പോട്ടെ. ലീഗലായിട്ട് പോയി അവർ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് അവരെ കാണാനും കേൾക്കാനും താല്പര്യമുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ മാത്രം എൻ്റെയും ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം ഇത് അപ്ഡേറ്റ് ചോദിക്കുന്ന ഒരുപാട് പേരിൻ്റെ കമൻറ്റ് ബോക്സ് വരാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ എന്തായിരുന്നാലും വിഷയം വിശദമായിട്ട് തന്നെ കേൾക്കാം. സംഭവം ഇച്ചിരി സാഡാണ് പരിപാടി. ആദ്യം വളരെ സന്തോഷത്തിൽ നിന്ന് തുടങ്ങി അവസാനം. ഹായ്, എല്ലാവർക്കും ഈശ്വരാശംസകൾ. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും, ഈ വീഡിയോ ഇന്നത് ശരിയാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സാക്ഷിക്ക് ഇത് ശരിയാണ്. ഇത് ചെയ്യണമെന്ന് തോന്നുന്ന കാരണം തന്നെയാണ് ഈ വീഡിയോ ചെയ്യണേ. ഇന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇന്നെ ജെനുവൻലി കൺസേൺ ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 3-ാം തീയതി എന്ന് പറഞ്ഞാൽ, അതായത് മെയ് 3-ാം തീയതി ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ വരുന്ന കാരണം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ FB പ്രൊഫൈൽ, യൂട്യൂബ് പ്രൊഫൈലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക, അതിൻ്റെ എങ്ങനെയാണ് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നറിയില്ല. 3-ാം തീയതി ഒരു ഡിസിഷൻ വരുന്ന ഒരു ദിവസമാണ്. ഓവറോൾ മൊത്തത്തിൽ വരുന്നില്ല, എന്നാലും എന്തൊക്കെയോ നമ്മൾ ഈ വീഡിയോ അതിനകത്ത് കുറച്ച് റിസൾട്ട് കിട്ടും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 3-ാം തീയതി തൊട്ടിട്ട് ചിലപ്പോൾ കാണാണ്ടിരുന്നാൽ ഞാൻ ഫൈറ്റിംഗ് നിർത്തിയെന്നോ അല്ലെങ്കിൽ ഒളിച്ചോടി പോയെന്നൊന്നും അറിയില്ല. ഒന്നെങ്കിൽ നിയമം പ്രകാരം എൻ്റെ FB അല്ലെങ്കിൽ യൂട്യൂബ് നിർത്തിവെച്ചു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ FB യൂട്യൂബ് ഒക്കെ ഹാക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്. നമ്മൾ പലതരത്തിൽ ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. 2 തരത്തിലാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതിൽ ഒരു കാര്യം എനിക്കിത്തിരി അത് വിഷമിക്കണോ അതോ അതിൻ്റെ നോർമൽ പ്രോസസ് ആണോ എന്നൊന്നും അറിയില്ല. കാരണം ഇന്ന് ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 11-ാം തീയതി തോന്നുന്നു. അപ്പോൾ 12-ാം തീയതി 10-ക്ക് അവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിയിൽ അപ്പോൾ ലീഗലായിട്ട് മൂവ് ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോഴും എലിസബത്തിന് ആ ഒരു പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിലേക്ക് പറയുകയാണ്. ആ കുട്ടി ലീഗലായിട്ട് മൂവ് ചെയ്തു. അതിനകത്ത് ആ ഒരു കാര്യം പബ്ലിക്കിലേക്ക് അറിയിച്ചാലുള്ള സാങ്കേതിക പ്രശ്നങ്ങളോ അത് ചിലപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം കൊണ്ടായിരിക്കും അന്ന് പറയാത്തത്. അപ്പോൾ ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ ഒരു കാര്യവും പറഞ്ഞ് ദയവായി അതിനെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ള കാര്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിയമത്തിൻ്റെ മുമ്പിലൂടെ പോട്ടെ. അത് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഈ സമൂഹത്തിൻ്റെ അകത്ത് എത്രയോ ആൾക്കാർ ഇന്നും ഈ പറഞ്ഞ കണക്കിൽ പല അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും നിരന്തരമായിട്ടുള്ള ഇത് കാരണം എത്ര പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു. ഒരാൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പൊരുതുന്നത്. അതിന് നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കാം. അല്ലാതെ എന്തിനാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും സ്റ്റിൽ ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് എലിസബത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. എന്തിനാണ്? സോ അവരുടെ നീതിക്ക് വേണ്ടി പോരാടുന്നതല്ലേ. അവരെ ഇഷ്ടപ്പെടുന്നവർ കേൾക്കട്ടെ, കേൾക്കാത്തവർ വേണ്ട. അത്രേ ഉള്ളൂ. കോൺഫറൻസും നൈറ്റ് ഡ്യൂട്ടി പോകുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫോണിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് 3 days ഗ്യാപ്പ് വേണം. എനിക്ക് എൻ്റെ കാര്യങ്ങൾ, എനിക്ക് ലീവ്, ഞാൻ അവിടെ ഗവൺമെൻറ് കോളേജിൽ MD പഠിക്കുകയാണ്. സോ എനിക്ക് ലീവ് സബ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങോട്ട് വരാനും ഒരു സമയം വേണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണിലാണെങ്കിൽ ഓക്കെ നാളെ തന്നെ തരാം, അല്ലെങ്കിൽ എനിക്ക് ഗുജറാത്തിനകത്ത് വന്നിട്ട് ഈ 3 days ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, അവർ സീനിയറിനോട് സംസാരിച്ചിട്ട് എന്നെ തിരിച്ച് വിളിക്കാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ തിരിച്ച് വിളിച്ചില്ല. പിന്നെ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയത്. പിന്നെ ഞാൻ ഇപ്പോൾ എനിക്ക് ഗുജറാത്തിലായ കാരണം എനിക്ക് ഇത്തിരി കാലതാമസം വേണമെന്നും അതുപോലെ തന്നെ കുറച്ച് എനിക്കെന്തോ അത് നോർമൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന നോർമൽ പ്രോസസ് ആണോ എന്നറിയില്ല. പക്ഷേ എന്തോ ഞാൻ 3 ദിവസം പറഞ്ഞ സംഭവം തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ സംഭവം എനിക്ക് തിരിച്ചു വിളി ഉണ്ടായില്ല. അതൊക്കെ എന്തോ എനിക്ക് നമ്മളിപ്പോൾ എല്ലാവരെയും ഡൗട്ട് അടിക്കാണല്ലോ. സോ അതുകൊണ്ടാണോ എന്നറിയില്ല. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവരെയും വിശ്വാസക്കുറവാണ്. കാരണം വേറൊന്നുമല്ല, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ തീവ്രത അത്രമാത്രമായതുകൊണ്ട് ഇൻഫ്ലുവൻസ് ഒക്കെ ഒരുപാടുള്ള ഒരാൾ അപ്പുറ സൈഡ് നിൽക്കുന്നുണ്ടോ, അയാളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇതൊക്കെ അട്ടിമറിക്കപ്പെടുമോ എന്നുള്ളൊരു ചിന്തയും വിഷമവും ഭയവും ഒക്കെ തന്നെയാണ്. അപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വീണ്ടും 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചിട്ടുമില്ല എന്നുള്ള കാര്യമാണ്. ആദ്യം വിളിച്ച് പറഞ്ഞു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്, കേസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ടെൻഷൻ കൂടുകയാണ്. അപ്പോൾ എന്താ ഞാൻ കേസും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഇപ്പോൾ എന്താ സംഭവിക്കുന്നു എന്നുള്ളൊരു ഭയമാണ് എനിക്ക് തോന്നുന്നു. സൗഹൃദ കോളുകൾ വരുന്നുണ്ട്. എനിക്കെന്ന് മാത്രമല്ല, എൻ്റെ ഫാമിലിയിലുള്ള പല ആൾക്കാർക്കും സൗഹൃദമായിട്ട് വിളിക്കേണ്ടാത്ത ആൾക്കാർ, പല അധികാരത്തിലുള്ള ആൾക്കാരും ഇങ്ങനത്തെ ആൾക്കാർക്ക് സൗഹൃദപരമായിട്ട് കോളുകളുണ്ട്. അന്വേഷിച്ചിട്ടുള്ളപ്പോൾ ഒരു അന്വേഷണം, അതിപ്പോൾ നമുക്ക് കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ട് ഇങ്ങനെ കേസിനൊന്നും പോകണ്ട, എന്തിനാണ്
ഇങ്ങനെ ജോലിയും MD ഒക്കെ ഇല്ലേ, അപ്പോൾ അത് വെച്ചിരുന്നാൽ പോലെ വെറുതെ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് സമയം കളയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്ന ആൾക്കാരുണ്ട്. ഇത് സൗദായിട്ട് എന്നോട് സ്നേഹം തോന്നി, ഓക്കെ എനിക്ക് ഉപദ്രവം ഉണ്ടാവേണ്ടിട്ട് പറയണതാണോ എന്നറിയില്ല. പക്ഷേ അങ്ങനത്തെ കുറേ കോളുകളും അതുപോലെ തന്നെ നേരിൽ വന്ന് കാണലും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് കോട്ടയത്ത് നിന്ന് 2 പേര് വന്നിട്ട് ഇന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വീട്ടിലെ CCTV ക്യാമറ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളിനെ ഡാഡിയാണ് സംസാരിച്ചത്. ഡാഡിക്ക് ആക്കാനെ തിരിച്ചറിയുമെന്ന് അറിയില്ല. എന്താ സംഭവം ചോദിച്ചപ്പോൾ അവരൊന്നും പറയുകയും ചെയ്തില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ എന്താണ് സൗഹൃദപരമായിട്ടാണോ, ഒന്നും പെട്ടെന്ന് വന്ന് വെട്ടിക്കൊള്ളുന്ന ഇതൊന്നും ഇപ്പോഴത്തെ ഇതിൽ അങ്ങനത്തെ ഇല്ല. പക്ഷേ സൗഹൃദപരമായിട്ടുള്ള ഭീഷണിയാണോ, അല്ലെങ്കിൽ ഓക്കെ നമ്മൾക്ക് ഇവിടെ ഉണ്ടേട്ടാ എന്ന് കാണിക്കുന്ന ഒരു ഇത്, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണോ എന്നൊന്നും അറിയില്ല. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ അറിയില്ല, ഇതിൻ്റെ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്നല്ലേ പറയാം. ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിലൂടെ കടന്നു പോയിട്ടില്ല മുമ്പ്. പിന്നെ കമൻറ്റുകൾ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നെ ജെന്യൂനായിട്ട് കൺസേൺഡ് ആയിട്ട് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, താങ്ക് യു. അതുപോലെ തന്നെ ഭയങ്കര മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ റിപ്ലൈ തരണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് റിപ്ലൈ തരേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. അവർ ആര് പറഞ്ഞിട്ട് വന്നതാണെന്നും എന്തിനാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രൊവോക്ക് ചെയ്യണമെന്നും നന്നായിട്ടറിയാം. സോ അങ്ങനത്തെ ആൾക്കാർക്ക് റിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ജെന്യൂനായിട്ട് കൺസേൺ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഞാൻ സേഫ് ആണോ എന്ന് അന്വേഷിക്കുന്ന ആൾക്കാർക്കുള്ള റിപ്ലൈകളാണ് എൻ്റെ വീഡിയോകൾ. പിന്നെ ഇപ്പോഴും എൻ്റെ പല വീഡിയോസിൻ്റെ താഴെ എലിസബത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊരു അറിവില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം എലിസബത്ത് എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നെ കാണാതായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് തിരക്കണം, എനിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയിട്ടുണ്ടോ, നിങ്ങളൊന്ന് തിരക്കണമെന്ന് എലിസബത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അത് തിരക്കുന്നുമുണ്ട്. ഓക്കെ, അതിൻ്റെ പേരിൽ ഞാൻ എനിക്കറിയില്ല, ഞാൻ മാക്സിമം ഫിൽറ്റേഡ് വീഡിയോ ആണത്. അതായത് എനിക്ക് പല കാര്യങ്ങളും തുറന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ ഫിൽറ്റേഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ ഇനി ഇതിൻ്റെ പേരിൽ കേസ് വരുമോന്നൊന്നും അറിയത്തില്ല. കാരണം എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് ജനഗണമന എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഡയലോഗാണ്. ലാസ്റ്റ് നമ്മൾ ചോദിക്കുന്ന ആൾക്കാരുടെ വായടപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയലോഗാണ്. പലപ്പോഴും സത്യം തോന്നിയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് സത്യം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു. സീരിയസ്ലി ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ഇത്ര കാര്യങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കലി ഒരു വീഡിയോ വന്നു. അത് കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു. നോർമലി ഉള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞത്, പല കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടതൊക്കെ ഓർമ്മയുണ്ടാവും, ചില ആൾക്കാർ വന്നിട്ടുണ്ടാവും, ചില ആൾക്കാർ അതിൽ വളച്ചെടുത്തിട്ടുണ്ടാവും, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ന്യൂസ് ചാനലുകളുടെ വീഡിയോ കണ്ടായിരുന്നു. കമ്മീഷൻ ഓഫീസിന് മുന്നിൽ വെച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുത്തു എന്നും, അതുപോലെ തന്നെ എന്തോ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അത് നോൺ അവൈലബിൾ ഒഫൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഇതുവരെ അതിൻ്റെ നോട്ടീസ് കിട്ടിയില്ല, വിളി വന്നിട്ടില്ല. ഓക്കെ, അവർ അന്ന് അണ്ണാച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? അണ്ണാച്ചി പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് മറ്റേ നോൺ ബെയിലബിൾ ഒഫൻസ് കൊടുത്തു എന്ന്, നോൺ ബെയിലബിൾ ഒഫൻസിൻ്റെ അത് കേസൊക്കെ ഇട്ട് കൊടുക്കുന്നത്, കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് നോൺ ബെയിലബിൾ ഒഫൻസ് എന്നൊക്കെ പറഞ്ഞ് ആരാണ് ഇതൊക്കെ പറയുന്നത്? അതിനുശേഷം ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരാരെയും വിളിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ പിന്നെ അതെന്താ കാരണം? അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, നിയമ സംവിധാനങ്ങളെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പരിഹാസപാത്രമാക്കുക, അതിനെ വെച്ചിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഇതൊക്കെ സത്യം പറഞ്ഞ് ഇതൊക്കെ ഒഫൻസ് അല്ലേ ഈ കാണിക്കുന്നതൊക്കെ? കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികളൊക്കെയാണ്. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? എന്നിട്ട് മൊത്തത്തിലൊരു പുകമറ സൃഷ്ടിക്കുക, എല്ലാം എൻ്റെ അണ്ടർ കൺട്രോളിലാണെന്നുള്ള രീതിയിലേക്കുള്ള പരിപാടി. ഞാൻ എൻ്റെ ഒരു കോമൺ സെൻസിൽ വിചാരിക്കുകയാണ്. അതായത് എനിക്ക് നമ്മൾ ലീഗലി നിയമം ഇതിൻ്റെ കാര്യം അറിയില്ല, അതുപോലെ തന്നെ ഒരു നിയമത്തിന് സമയം എടുക്കുന്നറിയില്ല. നമ്മൾ ആക്ച്വലി ഡോക്ടർ പ്രൊഫഷനിലാണ്. ഒരാൾ വയ്യാണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യാറ്. അല്ലാണ്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന പരിപാടി നമുക്കില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ പറ്റും. ഒരാൾ അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ രക്ഷിക്കുന്ന പരിപാടിയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, ഈവൻ ഒരു കോൾഡാണ് കോളും, നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ കാഷ്വാലിറ്റി പോകുകയാണെങ്കിൽ ട്രയാഷ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതായത് റെഡ് സോൺ, അതുപോലെ തന്നെ യെല്ലോ സോൺ, അതുപോലെ തന്നെ ഗ്രീൻ സോൺ എന്ന് മാറ്റും. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ റെഡ് സോണിലും, അതുപോലെ തന്നെ അത്ര കുറച്ചും കൂടി ലേറ്റ് ആയി പോയാലും നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി. അന്ന് അത്ര സിമ്പിൾ കേസല്ല എന്നുള്ള ഇടത്തരം മോഡറേറ്റ് കേസുകളാണ്. കാഷ്വാലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ അങ്ങനത്തെ കേസുകളാണ് നമ്മൾ യെല്ലോ സോൺ ആയിട്ടിരിക്കും. അവനെ നമ്മളൊരു ഒരു 10 മിനിറ്റ് കണ്ടാൽ മതി. ഗ്രീൻ സോൺ ആദ്യത്തെ അവിടുത്തെ എമർജൻസീസ് ഒക്കെ ഫിനിഷ് ആയി വന്നിട്ടാണ് നമ്മൾ ഗ്രീൻ സോൺ ആണ്. കാരണം ചെറിയ ചെറിയ കേസുകൾ, ചിലപ്പോൾ എന്താ പറയുക, കോൾഡ്, അതുപോലെ തന്നെ തൊണ്ടവേദന, അങ്ങനത്തെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നമ്മൾ ഗ്രീൻ സോണിലിടും. അതുപോലെ തന്നെ പക്ഷേ എല്ലാത്തിനും നമ്മൾ അന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നെ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്. സോ ആ ഒരു സെൻസിലാണ് നമ്മൾ എല്ലാവരും എടുക്കുന്നത്. എനിക്ക് ഇതിൻ്റെ കാലതാമസത്തിനെ പറ്റിയിട്ടും ഇതിൻ്റെ ഡിലേ പറ്റിയിട്ടൊന്നും വലിയൊരു ഇതില്ല. ചിലപ്പോൾ ഇതിൻ്റെ ബോധക്കുറവുകൊണ്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത്, അത് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ മീഡിയയിൽ വിളിച്ച് പറയുന്നു, ഞാൻ ഇൻഫർട്ടൈൽ ആണെന്ന് വിളിച്ച് പറയുന്നു, അതുപോലെ തന്നെ ഞാൻ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നു. എൻ്റെ വീട്ടുകാരൊന്നും എന്നെ പറ്റി എന്നെ നോക്കുന്നില്ല, എൻ്റെ വീട്ടുകാരുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ മെന്റലി അൺസ്റ്റേബിൾ ആണ്, എന്നെ നോക്കുന്നില്ല എന്നും. അതുപോലെ തന്നെ ഈ ക്യാരക്ടർ അസാസിനേഷൻ്റെ ഒരു പീക്കാണ്. ഇപ്പോൾ എലിസബത്തിനെതിരെ പറയുന്നതിനകത്ത് മെൻ്റലി അൺസ്റ്റേബിൾ ആണ്, എലിസബത്തിനെ വേറെ പലതരത്തിലുള്ള മോശമായിട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി, എലിസബത്ത് മരുന്ന് മാറി കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുത്താൻ വേണ്ടി ശ്രമിച്ചു. ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ മറ്റൊരാളായിട്ട് ഒരു വ്യക്തി അങ്ങ് അവതരിപ്പിക്കുകയാണ്. അതിനകത്ത് ഈ കുറച്ചധികം, അതായത് ഇവരുടെ കുറച്ച് വളരെ ചെറിയൊരു മൈനോറിറ്റിയാണ്, വളരെ 1-2 കുറച്ച് പേർ, അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം അരങ്ങമാണ്. പിന്നെ ബാക്കി കുറേ PR വർക്കേഴ്സിനെ ഇറക്കിയിട്ടുണ്ട്, അവരിങ്ങനെ കിടന്നിങ്ങനെ മോശം കമൻസും ഇട്ട് നടക്കുന്നുണ്ട്. ചില കമൻറ്റുകൾ ഞാൻ മുമ്പ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ പേരിലുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതും കൂടുതൽ ഞാനിപ്പോൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ അതിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 പേരും പറയുന്ന സെയിം സാധനങ്ങൾ, അതായത് ഞാൻ എല്ലാത്തിനും സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ അവരുടെ ലിങ്കുകളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വീഡിയോയിൽ നേരിട്ട് പറയണമെങ്കിൽ ഒരാൾ കമൻറ്റ് പറയുന്നത് രണ്ടും സിങ്ക് ആയിട്ട് വരുന്നുണ്ട്.
അപ്പോൾ എനിക്ക് ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കമന്റുകളിൽ കുറേ ഭീഷണി വന്നിട്ടുണ്ട്. അതായത് എൻ്റെ പഴയ കാര്യങ്ങളെ പറ്റിയിട്ട് പറയും, ഞാൻ പണ്ട് കണ്ട സൈക്കാട്രിസ്റ്റിനെ പറ്റിയിട്ട് പറയും. അതുപോലെ തന്നെ അത് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ട് പോയിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ആക്ച്വലി അവരുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ഞാൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഫേസ്, അതായത് ഇങ്ങനെ ബെഡ്റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാൾ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്, നിങ്ങൾ പുള്ളിനെ വിളിക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു ആക്ച്വലി ഇന്നെ വീണ്ടും തല്ലും. സോ എനിക്ക് ആക്ച്വലി ആ ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു മാക്സിമം. കാരണം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. നമുക്ക് ഇതൊക്കെ കളത്തരാന്നോ ഒന്നും അറിയില്ലായിരുന്നില്ല. സോ എനിക്കത് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇന്ന കുട്ടായിട്ട് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായ സംഭവം നിങ്ങളോട് പറഞ്ഞു പറയേണ്ട, എനിക്ക് അനുഭവിക്കുന്ന വിഷമങ്ങളും എനിക്ക് എന്തെങ്കിലും ഇതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പുള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പുള്ളി അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. കോട്ടയത്ത് വെച്ചിട്ടാണ് ഈ ഡോക്ടറിനെ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടറും ഈ ആളും കൂടിയിട്ട് സംസാരിച്ചിട്ട് കോളിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കോൾ വരുന്നത് ഇന്ന വെട്ടിക്കൊല്ലും ഇരിയും, അതുപോലെ തന്നെ പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആളും നമ്മളെ അവരൊക്കെ എന്താ എന്താണ് ഈ അരിവാൾ അവിടെ വേറെ എന്തൊരു സാധനം പൊരുൾ എന്ന് പറയുന്ന സംഭവം, ആ സാധനം എടുത്തിട്ട് വെട്ടാനൊക്കെ അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് വെട്ടിയിട്ടാക്കും മറാത്താക്കാരാണ്, നമ്മൾ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികൾ എനിക്കല്ല വന്നത്. എൻ്റെ മമ്മിയുടെ ഫോണിലേക്ക് വന്നിട്ട് അവളോട് ഞാൻ അവൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയുമ്പോൾ അവൾ എൻ്റെ കുട്ടികൾ അവിടെ പോയിട്ട് പറയണോ, എന്ത് ധൈര്യമായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ച് ഞാനൊരു ഡോക്ടറിനോട് വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അത് പറയില്ലേ, എൻ്റെ ലൈഫിന് തന്നെ അബദ്ധാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു എന്നുള്ളൊരു ഒരു കാര്യം മാത്രമല്ല. ഈ കോളിന് മുമ്പ് അവർ പറഞ്ഞു, ഇപ്പോൾ മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ജോബിൽ സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫ്രണ്ട്സ് അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മൊബൈൽ കൊടുത്തിട്ടുണ്ട്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ അടച്ചുകൂടി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, നമ്മൾ അത് ജോലിക്ക് പോയി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ബെറ്റർ ആവുന്നത് ഇങ്ങോട്ട് പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ ഫോൺ വിളിച്ചിട്ട് എന്തോ മാറിയിട്ടുണ്ട്. സഡൻലി ഇങ്ങനത്തെ ഒരു കോൾ എൻ്റെ വീട്ടിലേക്കല്ല, ഞങ്ങൾ കണ്ട് തിരിച്ച് കാല് ഇരിക്കുന്ന സമയത്താണ് നമുക്ക് കോൾ വരുന്നത്. അങ്ങനെ കോൾ വന്നിട്ട് എന്താ നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് ലേഡി ഡോക്ടറായിരുന്നു അന്ന് കണ്ടത്. പിന്നെ നമ്മൾ എന്നെ കാണാൻ പോയില്ല, നമ്മൾ പിന്നെ വേറെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് തന്നെ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും. അതായത് ഇവര് സത്യം പറഞ്ഞ എലിസബത്തിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നില്ല. എലിസബത്തിന് ആരെയും വിശ്വാസമില്ലാത്ത കാര്യം വരാനുള്ള റീസൺ, എലിസബത്ത് ഇപ്പോൾ കണ്ട ഡോക്ടർ ആയിക്കോട്ടെ, എലിസബത്ത് അന്ന് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ച പോലീസ് ആയിക്കോട്ടെ, മറ്റ് പല സ്ഥലം ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് തുടക്കത്തിൽ അഡ്വക്കേറ്റ്സിനെ ആരെ കണ്ടിരുന്നു അവരുടെ കാര്യം ആയിക്കോട്ടെ, മറ്റ് പല കൂടെ നിന്നു എന്ന് പറയുന്ന പല ആൾക്കാരായിക്കോട്ടെ, അങ്ങനെ പല സൈഡിൽ നിന്നും നിരന്തരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചീറ്റിംഗ് ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ആ ഒരു വിഷയം കാരണം എല്ലാവരുടെ അടുത്തുള്ളൊരു വിശ്വാസം അങ്ങ് പൂർണ്ണമായിട്ട് പോയി കിട്ടി. അതാണ് പ്രശ്നം. ഒരു മരുന്ന് എഴുതി തരണം, അല്ലെങ്കിൽ തിരിച്ച് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് മിസ്സി ഉണ്ടായിരുന്നു പുള്ളിനെ അന്ന്, അത്ര ഇഷ്ടമായിരുന്നു, അത്ര മിസ്സി ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് നിനക്ക് സൈക്കാട്രി ട്രീറ്റ്മെന്റ് ഉണ്ടാകണം, ട്രീറ്റ്മെന്റിന്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നിനക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. എന്തിനാണ് ഇതൊക്കെ സഹിച്ചിട്ട് ഞാൻ തിരിച്ച് പോയെന്നുള്ളത് വേറെ കാര്യം. ഇത് മാത്രമല്ല, ഇതിന്റെ ഇടയിൽ എൻ്റെ മേത്ത് പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രേതബാധ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ദുരൂഹമായിട്ട് എന്തെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് വീട്ടിലുള്ള ഡോക്ടറുകൾ, അതുപോലെ തന്നെ ഇന്നെ വിളിച്ചിട്ട് പല കാര്യങ്ങളും, നീ എന്തോ ഹർഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്നെ പൂജാമ്മയുടെ മുന്നിൽ ഫ്രണ്ടിൽ എത്തിയിട്ട് ഇങ്ങനെ കുറേ ഞാൻ ശിവന്റെ മോനാണ്, എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു, നീ പറയേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടാവും. ആര് ശിവന്റെ മോനാണ്? അണ്ണാച്ചിയ. ഇത് കേട്ട് കൈലാസത്തിരിക്കുന്ന ശിവഭഗവാൻ ഇറങ്ങി ഓടിക്കാണ് മിക്കവാറും. ഞാൻ ശിവനാണോ അത്രേ? അടിപൊളി. അതുപോലെ തന്നെ പൂജകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ 5 ദാസ് കോൺവെന്റിൽ വെച്ചിട്ട് നടത്തുന്ന മാരേജ് ഫംഗ്ഷന്റെ മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂജയും കൂടി നടത്തണമെന്ന് നിർബന്ധിക്കുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഒരു ക്രിസ്ത്യനാണ്, പക്ഷേ അവിടെ പൂജ നടത്തിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന് നിർബന്ധിച്ചിട്ട് അവിടെ ഒരു പൂജ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവം നടക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്രേതബാധകളാണെന്നാണ് പറയുന്നത്. ആദ്യം ഭ്രാന്തായിരുന്നു, പിന്നെ അത് പ്രേതബാധയായി, ഇപ്പോൾ വീണ്ടും ഞാൻ മെന്റലി അൺസ്റ്റേബിളായി, ഇപ്പോൾ ഇതിന്റെ ജോബ് അടക്കം കളയണമെന്നാണ് ആഗ്രഹം. അതായത് ഇങ്ങയുടെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പ്രേതബാധ, മെന്റലി അൺസ്റ്റേബിള്, ഭ്രാന്ത്, എന്തൊക്കെ ഉള്ള ഒരു തരത്തിലാണ് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ തകർന്ന് അടിഞ്ഞ് തരിപ്പണമായിട്ട് അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. അത് തളർന്ന് വീണിടത്തിന് ഞാൻ അവിടെ കിടന്നു പോകുന്ന കരുതിയിട്ട് വീണ്ടും വന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ്. പലരും കുറ്റപ്പെടുന്നവരോടൊന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരുപാട് ഇതുപോലെ സൂയിസൈഡും മറ്റുള്ള കുട്ടികളെ കൊണ്ട് ചാടിയതും അല്ലാതെ ട്രെയിനിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന ജീവിതങ്ങളെക്കുറിച്ച് കാണുമ്പോഴും കരയുമ്പോഴും ഒക്കെ ഒന്ന് ചിന്തിക്കുക. അങ്ങനെ ഒരു സ്ത്രീ പോവാതെ നിന്ന് ഫൈറ്റ് ചെയ്യാണ്, അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് മുൻപിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാണ്. അവരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് നീതി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് കാരണം രക്ഷപ്പെടും. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പിന്നെ ഒരുപാട് സ്ത്രീകൾ അവർക്കൊരു പ്രചോദനമായിട്ട് അവരും നിയമത്തിനെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയും പോയി അവരുടെ ലൈഫിനെ സെക്യൂർ ആക്കും. അവരിങ്ങനെ മരിച്ചു ജീവിക്കുന്നത് എങ്ങനെയാണ്? ലൈഫിൽ നിന്ന് പോയ എല്ലാ പെണ്ണുങ്ങളും നശിച്ച് കാണണം, ഒരിക്കലും സന്തോഷത്തിലിരിക്കരുത്. എനിക്കറിയില്ല പെട്ടെന്ന് എങ്ങനെയാണ് ഗോൾഡ് ആയിട്ടുള്ള ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിരുന്നു. ആ സാധനം പെട്ടെന്ന് ഈ മരുന്ന് മാറി കൊടുത്തു എന്നുള്ളതും അങ്ങനെ പല ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയമണ്ട് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, ഗോൾഡ് ഡയമണ്ട്, എലിസബത്ത് ഇസ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് അല്ല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള സംഭവം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഞാനൊരു 6 മാസം സെപ്പറേറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീരെ വയ്യാണ്ടായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ സമ്മതിക്കാണ്ട് ഉള്ള സമയത്ത് എൻ്റെ വീട്ടുകാരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് വട്ടാണ്. അന്നും ഞാൻ മരുന്ന് മാറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 25 ലക്ഷം എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പുള്ളിനെ കഴുത്ത് പിടിച്ച് പൊക്കിയെന്നോ പിന്നെ എന്തൊക്കെയോ കുറേ സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ അറിയുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കൊക്കെ അത്ഭുതം, ഒരാളും 25 ലക്ഷം തട്ടിച്ച ഒരാളിനെ എന്തിനാണ് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് വയ്യാത്ത സമയത്ത് വിളിച്ചുകൊണ്ടിരുന്നത്? അതും പുലർച്ചെ 3 മണിക്കാണ് എനിക്ക് അന്ന് കോൾ വരുന്നത്, വീഡിയോ കോളാണ് വരുന്നത്, ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് ഈസ്റ്ററാണ്, ഈ ഈസ്റ്ററൊക്കെ കളന്നിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. ഈസ്റ്ററും ദുഃഖവെള്ളിയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലാണ് നമ്മൾ, അതായത് അതെത്ര 2023 ഈസ്റ്ററും ദുഃഖവെള്ളിയൊക്കെ നമ്മൾ ഹോസ്പിറ്റലാണ് ചിലവഴിക്കുന്നത് പേടിച്ചിട്ട്.
എന്തിനു വേണ്ടിയിട്ട് ഞാൻ മരുന്ന് മാറി കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് ഈസ്റ്റർ എങ്ങാണ്ട് നല്ലൊരു ദിവസം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നാണ് എനിക്ക് ഫോൺ കോൾ വരുന്നത്. അത്ര ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ലിവർ ചോദിച്ചിട്ട് ലിവർ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലിവർ തരാൻ പറഞ്ഞു, നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ ഇവിടെ നോക്കിയോ റെഡിയാക്കിയിട്ട് ലിവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് വിളിക്കുന്നത് ഒപ്പിടാൻ ആരില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഒപ്പിടാൻ വരാൻ പറഞ്ഞു. എന്നെ കൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോകളും സംഭവങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങളും പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും അവർ വീട്ടിൽ നിന്ന് നമ്മുടെ സിസ്റ്റർ വരാൻ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്നോട് അപ്പോൾ വരേണ്ട സർജറിയുടെ സമയമാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ബ്ലഡ് വോമിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ പുള്ളി പേടിച്ചിട്ടാണ് എന്തിനാണോ എനിക്ക് അറിയില്ല ഇങ്ങനെ വിളിച്ചത്. അത്ര ദിവസം പിന്നെ വേറെ പെണ്ണുങ്ങളെ വിളിച്ച് നീ വാ നിന്റെ പേരിൽ ഈ ഫ്ലാറ്റ് എഴുതി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വേറെ ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു. പക്ഷേ പറയണ്ടേ ഈസ്റ്ററിന്റെ സമയമല്ലേ, ഈ സമയത്തെല്ലാം നടന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നതാണ്. പിന്നെ മറക്കണ്ട, ചിലപ്പോൾ എനിക്ക് 3-ാം തീയതി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ അതായത് വായടപ്പിക്കുന്ന പരിപാടികളാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പറയണമെന്ന് തോന്നി. അതായത് ഇപ്പോൾ ഈ ഒരു കാര്യം കൂടെ അവസാനം ഫൈനലി പറഞ്ഞ് നിർത്തിയിട്ട് പോവുകയാണ്. 3-ാം തീയതിക്ക് ശേഷം ആ ലീഗലായിട്ടുള്ള കാര്യങ്ങളുടെ മൂവ് ചെയ്യുകയാണ്, കേസ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ കേസ് മൂവ് ചെയ്യുകയാണ് സാഹചര്യം വന്നു കഴിഞ്ഞാൽ അടുത്ത് എങ്ങനെയൊക്കെയാണ് നടപടി ഉണ്ടാവുക? ചിലപ്പോൾ പബ്ലിക്കായിട്ട് പൊതുവായിട്ട് വർത്തമാനം പറച്ചിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയൽ പരിപാടികളൊന്നും നടക്കത്തില്ല. മീൻസ് സത്യമാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് വരും. അങ്ങനെ റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ യൂട്യൂബിലൂടെയോ മറ്റു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെയോ ഒരു കാര്യവും പറയാൻ പാടില്ല. അഥവാ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോടതി ഇലക്ഷ്യമാവും, പിന്നീട് എല്ലാ സാധനങ്ങളും എടുത്ത് അടിച്ച് ബാനടിക്കുന്ന കാര്യമൊക്കെ വരും. സോ അതുകൊണ്ടായിരിക്കാം എലിസബത്ത് ഇപ്പോൾ വന്ന് ലാസ്റ്റ് പറയുന്നത്. എനിക്കെന്തായാലും ഒരാളെ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ച് പേടിപ്പിച്ചിട്ട് ഇതാക്കാനും പറ്റില്ല. എനിക്ക് PR വർക്ക് ചെയ്തിട്ട് ആ കമന്റ് ബോക്സിൽ പോയിട്ട് തെളിയിക്കാനും മോശക്കാരിയാക്കാനും ഭ്രാന്താണെന്നും അതുപോലെ തന്നെ പല കാര്യങ്ങളും വൃത്തിയോട് പറയാൻ ഞാൻ അന്യായിച്ചിട്ടില്ല. ഇതൊക്കെ ചെയ്യണ കാരണം ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. ഓരോ പ്രൊഫൈലിന്റെ കമന്റ് കണ്ട ഏത് ഭാഗത്തു നിന്ന് വരുന്ന കമന്റാണ് എനിക്ക് മനസ്സിലാവും. സോ ഞാൻ ഈ പരിപാടി ഒന്നും ചെയ്യാൻ പോകില്ല. എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ന്യായം കിട്ടണം എന്നാണ് ആഗ്രഹം. ന്യായം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് അനുഭവിച്ച എനിക്ക് മാത്രമല്ല കുറേ ആളുകൾ സിനിമ ചാൻസ് വെച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ കുറേ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അറിയണം, നന്നായിട്ട് അറിയുന്ന ആൾക്കാർ എനിക്ക് അറിയാം. പക്ഷേ അവർക്ക് ഇതൊക്കെ വന്ന് കോടതിയിൽ പറയുമെന്ന് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ അവരുടെ പേര് പറയാം ആർക്കൊക്കെയാണ് ഇതൊക്കെ അറിയാം. ഇപ്പോഴൊക്കെ അവരുടെ വായ മൂടിയിട്ടുണ്ടാവും. ഇന്നോടൊക്കെ ഇത് പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ വേറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ എനിക്ക് വേണ്ടിയിട്ട് ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ കോടതിയിൽ വരുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആക്ച്വലി ഈ നടന്ന സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്രൈമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ കുറേ ക്രൈമിന്റെ ലീഡ്സ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആർക്കും ഒരു എഫക്റ്റില്ല. അതുപോലെ തന്നെ എനിക്ക് എതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ തല്ലുന്നു, അതുപോലെ തന്നെ വയലൻസിന്റെ ഇല്ലാന്നുള്ള ഭീഷണി കമ്മീഷൻ ഓഫീസിൽ പുറത്ത് വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അജുവിന്റെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആരാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, ആരാണ് എന്ന് മെൻഷൻ ചെയ്താലാണ് നമുക്ക് കേസ് എടുക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി അതിൽ അജുവിനെ എതിരെയും അതുപോലെ തന്നെ എനിക്കെതിരെയും കേസ് കൊടുക്കുന്നതാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ ഒന്നെങ്കിൽ പുള്ളിനെ അല്ലെങ്കിൽ ഇന്നെ അടിക്കുമെന്നാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരനായിരിക്കും. വീട്ടുകാരനും പിന്നത്തെ വീഡിയോകളിൽ ഒരു ത്രെറ്റനിങ് രൂപം ഉള്ളൊരു ഇത്, അല്ലെങ്കിൽ ഒരു നാണക്കേടുണ്ടാക്കുക. അതായത് നിങ്ങളുടെ പെങ്ങളാണ് ഇത്, എൻ്റെ വീട്ടിലെ ആൾക്കാർക്ക് പബ്ലിസിറ്റി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിന്റെ പെങ്ങളല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിച്ചേ, നന്നായി പോയി. അങ്ങനെ ഇതിനു മുമ്പും ഈ അടിച്ചിട്ടൊക്കെ അടിക്കിട്ട് ഞാൻ വീട്ടിൽ പോയി നിന്നുണ്ട് 2 ദിവസമൊക്കെ. അപ്പോൾ ആ പോണ സമയത്ത് പുള്ളി പറയാനുള്ളത് ഒരു 10 ദിവസം നിന്റെ വീട്ടുകാർ നിന്നെ നോക്കും. അത് കഴിഞ്ഞ് നിന്റെ വീട്ടുകാർ നിന്റെ നാട്ടുകാരൻ നിന്റെ പാരൻസിനോട് ചോദിച്ചു തുടങ്ങും എന്താ മോള് വീട്ടിൽ വന്ന് നിൽക്കണമെന്ന്. അപ്പോൾ നിന്റെ വീട്ടുകാർ നാണക്കേട് കാരണം നിന്റെ കാല് വന്നിട്ട് പിടിക്കും. അങ്ങനെ കാല് വന്നിട്ട് പിടിച്ചിട്ട് നിനക്ക് കയറണം, അതിപ്പോൾ കയറണം പുള്ളി ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഈ എലിസബത്തിൻ്റെ ഫാമിലിയാണ്. സീരിയസ്ലി, അതായത് ഈ ഷൈനിയുടെ കാര്യത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ കാര്യത്തിനകത്താണെങ്കിലും ഏറ്റുമാനൂർ നടന്ന 2 ദാരുണ സംഭവങ്ങളിനകത്ത കാര്യമാണെങ്കിലും അതിൽ ഒന്നൊരു അഡ്വക്കേറ്റാണ്. 2 പേരും വലിയ വലിയ കുടുംബങ്ങളിനകത്തൊക്കെ തന്നെ ഉള്ള ആൾക്കാരാണ്. ഈ 2 പേരുടെ കാര്യത്തിൻ്റെ അകത്താണെങ്കിലും സ്വന്തം വീട്ടിൻ്റെ അകത്ത് പോലും നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യമാണ്. എന്നാൽ എലിസബത്തിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഫാമിലിയും ഉണ്ട് എന്നുള്ള കാര്യം വലിയ കാര്യമാണ്. സത്യം പറഞ്ഞ സമൂഹത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കണം, വേണം. അതുമാത്രമല്ല പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. ആരുടെയും ഈ പറഞ്ഞാണെങ്കിലും നമുക്ക് പറ്റാത്ത ബന്ധങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുക തന്നെ വേണം. ഒരു സമയത്ത് പോലും നീ ഇവിടെ നിന്നിട്ട് നാണക്കേടാൻ ഒരിക്കലും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞിട്ടുള്ളത് നീ അവിടെ ഓരോ ദിവസം ഞങ്ങൾക്ക് പേടിയാണ്, എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയാണ്, നീ ഇവിടെ നിന്നുള്ള സംസാരം നീ വീണ്ടും അയാൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടൊക്കെ വിളിക്കുമ്പോൾ നീ തിരിച്ചു. അതാണ് എഡ്യൂക്കേഷൻ്റെ മഹത്വം. അത് ഇവിടുത്തെ അപ്പനും അമ്മയാണെങ്കിൽ നല്ല എഡ്യൂക്കേഷനുള്ള ഫാമിലിയാണ് ഈ എലിസബത്തിൻ്റെ അച്ഛനും അമ്മയും. മറ്റത് പറയുന്നില്ല, മനസ്സിലാവില്ല. എനിക്ക് അന്ന് എന്താ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പുള്ളിയുടെ എനിക്ക് പറയാം ഒരു ആളുടെ ഏറ്റവും വേസ്റ്റ് സ്റ്റേജ്, അതായത് ഒരാൾ ഹെൽത്ത് കൊണ്ട് ഓരോ 2 മാസം കൂടുമ്പോൾ 20 ദിവസം 30 ദിവസം ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, ICU വന്നിട്ടുണ്ട്, ഒരാളുടെ മോഷൻ കൊണ്ട് വന്നിട്ടുണ്ട്, 10-20 തവണ പല സ്ഥലത്തും ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിമിനൽ ക്രൈം സ്റ്റോറിയിൽ ഇതിന്റെ ഫോട്ടോ വേണ്ടി വന്നിട്ടുണ്ട്, പല നാണക്കേടുകളും ട്രോളുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ വീട്ടിൽ നിന്ന് ഇയാളെ പുറത്താക്കിയിട്ട് ഇയാളുടെ ഓഫീസ് റൂമിൽ നിലത്ത് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നെ ഏറ്റവും കുറേ കള്ളുടിയന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് പല തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ട് പുള്ളിക്ക് വയ്യാണ്ടായപ്പോൾ എപ്പോഴും ഞാൻ കൂടെ നിന്നിട്ടുള്ളൂ. പല സമയത്ത് വിട്ടുപോയിട്ടില്ല. എന്തിനാ ചെയ്ത് ഇതൊക്കെയാടേ ആള് കൂടെ വയ്യാതെ കിടന്ന സമയത്ത് ആളുടെ മോഷൻ വരെ വാരി ആ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും സേഫാക്കി കൊടുത്ത ആ ഒരു സ്ത്രീ ആളുടെ ഭാര്യയല്ല എന്നാണ് അയാൾ പറയുന്നത്. ലീഗലി മാരീഡ് അല്ല. ഈ കുട്ടി ഇന്നലെ നാളെ ഇയാൾ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ട് നടക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, മറ്റെന്തൊക്കെയോ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നല്ലോ. അത് മാത്രമല്ല ഇപ്പോൾ ശിവനും കൂടെ ആണല്ലോ, ദൈവമാണ് ആള്. മനസ്സിലായില്ലേ? കുറച്ചാൾ കഴിയുമ്പോഴേക്കും നമുക്ക് കേൾക്കാം കുറച്ച് പേരൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ഇപ്പോഴും മനസ്സിലാവില്ല.
നിങ്ങൾ ഹെൽത്തി ആയിട്ട് വരുന്നത് ഒരാൾ മരുന്ന് മാറി കൊടുത്തു എന്നൊക്കെ പറയുമല്ലോ, പക്ഷേ ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരാൾ ബെറ്റർ ആയതും അത് കഴിഞ്ഞിട്ട് ഓരോ ഒപ്പമുള്ള സമയത്ത് ബെറ്റർ ആയിട്ട് എങ്ങനെ വന്നിരുന്നു എന്നുള്ളതും നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരു മരുന്ന് കൊടുത്തിട്ട് മോശമാണ് ആൾ എങ്ങനെയാണ് മോശമാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനത് കണ്ടതാണ്. ഒരു നീല കളറിലുള്ള ഒരു സംഭവം. ഈ പുള്ളിക്കാരൻ്റെ പണ്ടത്തെ ഒരു വീഡിയോ, എലിസബത്ത് ഒരു വലിയൊരു ഫ്ലാറ്റിൻ്റെ സൈഡിൽ വശത്തെന്തോ ആണ് ഒരു നീല കളറിലുള്ള എന്തോ ഒരു കോട്ട് പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് ഈ പുള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണങ്ങി വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ എലിസബത്ത് കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കുകയോ മറ്റുള്ള ഇത് നടത്തിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്തോഷമായിട്ടുള്ള മൊമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്ത മുമ്പത്തെ വീഡിയോ. അത് ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല, ഞാനത് കണ്ടിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് നടന്ന് ഒരു സ്വന്തം കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെ എലിസബത്ത് നോക്കി നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ അയാൾ അതൊക്കെ മറന്നു, അത് വേറെ കാര്യം. ഇന്ന് വേറെ സ്വർഗത്തിലാണല്ലോ ഇപ്പോൾ. ഇങ്ങനെ അപ്പോളോയിലും അതുപോലെ തന്നെ കാവേരി ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ വേറെ പല ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ കയറി നടന്ന ICUവിലും ബാത്റൂമിലും മറ്റോടത്തും പോയിട്ട് ഓരോ പണി ചെയ്തിട്ട് ഗതിക്കുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇത്രയൊക്കെ ചെയ്തു, ഞാൻ ഇഷ്ടപ്പെട്ട കാരണമാണ് അതൊക്കെ ചെയ്തത്. എനിക്ക് തന്ന സ്നേഹം സീരിയസ് ആണെന്ന് വിചാരിച്ചു. അത് 4-5 പേര് കൂടെ നിർത്തിയിട്ടുള്ള ഒരു സ്നേഹമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, പക്ഷേ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും തിരിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നാവ് പൊങ്ങുന്നു ഞാൻ വിചാരിച്ചില്ല. എന്തൊക്കെ കേൾക്കേണ്ടി വന്നേ, ഇടയ്ക്ക് എന്തോ ഓട്ടിസ്റ്റിക്കാന്നൊക്കെ എന്തൊക്കെ പറയുന്നത്. പിന്നെ പുള്ളിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തോ മറ്റേ അജുവിൻ്റെ ഒരു വീഡിയോ, അജു വീട്ടിൽ വന്നിട്ട് അജു കൈ തന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കണ്ടില്ലേ കൈ കൊടുക്കാൻ കണ്ടില്ലേ. എനിക്ക് പലതവണയും ഞാൻ ആദ്യമൊക്കെ ഇയാളുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുമ്പോൾ അവരെ കൈ തരുമായിരുന്നു. കൈ തരുമ്പോൾ എനിക്ക് അടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അജുവിന് കൈ കൊടുക്കുന്നില്ല. എന്ത് ആർക്കെങ്കിലും കൈ കൊടുക്കുമ്പോൾ പ്രശ്നം, ഞാൻ പല ആൾക്കാർക്കും കൈ കൊടുത്തതിന് അടി കൊടുത്തത്രേ. എൻ്റെ പൊന്നെ, ഇത് ചില്ലറ ആളൊന്നും അല്ല കേട്ടോ. ഞാനൊരു ഡോക്ടറാണ്, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പോകുന്നത്. സോ നമ്മൾ ആ ഒരു സെൻസ് വെച്ചിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നാട്ടിലെ പല കേസുകൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ എല്ലാവരും നോർമലി പറയുന്നതാണ് പെണ്ണുങ്ങളുടെ ഒരു കേസ് വന്നാൽ പെണ്ണുങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നലുണ്ടായിട്ടില്ല. ഇതുവരെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, സോ അറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനഗണമന ഫിലിമിൽ പറഞ്ഞ പോലെ തന്നെ ഇത് നടന്നത് അങ്ങ് UP യിലല്ലേ, ഇത് നടന്നത് ബീഹാറിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് ആ ഡയലോഗ് ഭയങ്കരമായിട്ട് ഇപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് ഫീൽ ചെയ്യണം. ആ ഡയലോഗ് നോക്കി കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തോ ഈ നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ നടക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഓക്കെ, ബാക്കി അതിനകത്ത് കുറേ പോർഷൻസ് ഉണ്ട്, നിങ്ങൾ കാണുക. കാരണം വളരെ വലിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് അത്രയും കൂടെ നമ്മുടെ അടുത്ത് ചോദിച്ചു അതിനെക്കാട്ടി നിങ്ങളത് പൂർണ്ണമായിട്ട് അവിടെ പോയി കാണുക എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ ഈ സമയത്തും പറയാനുള്ളത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വിഷയം ഏറ്റെടുത്ത സമയം മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നീ എവിടെടേ നിൻ്റെ എലിസബത്തിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു, എലിസബത്തിൻ്റെ കാര്യം വിട്ടായിരുന്നോ, അല്ലെങ്കിൽ എലിസബത്തിൻ്റെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവഗണിച്ചോ, ആർക്കൊക്കെ വേണ്ടി നീതിക്ക് വേണ്ടി സംസാരിച്ചു എന്നൊക്കെ. ഞാൻ എന്നാൽ അത് കോടതിയല്ല, ഞാൻ ദൈവമല്ല, ഞാൻ വലിയ സംഭവമല്ല, ഒന്നുമല്ല, ജഡ്ജി ഒന്നുമല്ല. ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നൊരു വെറും സാധാരണക്കാരൻ. നിങ്ങളിലൊരാളായിട്ടുള്ള, നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർ നിങ്ങൾ കമൻറ്റ് എഴുതുന്നത് പോലെ ഞാൻ വീഡിയോയിലൂടെ ഈ ഒരു കാര്യം എൻ്റെ എന്താ പറയുക ഒപ്പീനിയൻ പങ്കുവയ്ക്കുന്നത് മാത്രം. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, വെറുക്കുന്നവരുണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും, ഒന്നും പ്രശ്നമല്ല. ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ഇന്നും ഒരു അണ്ണുകിട പുറകോട്ട് ഞാൻ മാറിയിട്ടില്ല. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ സൈഡിലേക്കൊക്കെ അപ്പോൾ ഇത് ഇങ്ങനൊരു കാര്യത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ എന്ത് അപ്ഡേറ്റും ഏത് സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും, ഇതിപ്പം സമയം എത്ര മണിയാണ്, 11:35. ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 12:30 മണിയെങ്കിലും കഴിയുമായിരിക്കും മേ ബി. എന്തായിരുന്നാലും ഞാനത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും, ഞാൻ അടുത്ത നിമിഷങ്ങളിൽ ജീവിച്ചിരിക്കുകയെങ്കിൽ. സോ ഞാൻ എൻ്റെ ആ പറഞ്ഞ വാക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, എലിസബത്തിൻ്റെ അപ്ഡേഷൻസ് മാത്രം അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ട്, അവരുടെ മുമ്പിലേക്ക് ഞാനിതിടും. അതുപോലെ തന്നെ ആ കുട്ടിക്ക് നീതി കിട്ടുന്നതിന് തീർച്ചയായിട്ടും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് എലിസബത്തിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ മുമ്പിലേക്ക് ഞാനത് വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ മുമ്പിൽ ഈ ഒരു കാര്യം അപ്ഡേഷൻസ് വരുന്നിടത്തോളം കാലം ഞാനത് ഇട്ടുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഈ പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു ഇതുവരെ സംസാരിച്ച എലിസബത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചൊരു വീഡിയോ ഈ ഒരു വീഡിയോ ആയിരിക്കും. പക്ഷേ മറ്റ് പല വിഷയങ്ങളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഈ വിഷയം അടിയിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ എലിസബത്ത് സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം, അല്ലെങ്കിൽ എനിക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാനും നിങ്ങളെ അറിയിക്കാറുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായാലും എലിസബത്ത് നീതിയുടെ അരികിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ ജുഡീഷ്യൽ വിശ്വസിക്കുക, തീർച്ചയായിട്ടും നീതി കിട്ടുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ വേണ്ടി ബൈ.